Pray for generation. പ്രൈസ് ദി ലോർഡ്. എക്സൽ VBSഉം ക്രൈസ്തവ എഴുത്തുപുര നാഷണൽ പ്രെയർ മൂവ്മെന്റ് ചേർന്ന് പ്രേ ഫോർ ജനറേഷൻ എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം അറിയിക്കുന്നു. തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന 14 ദിവസത്തെ പ്രാർത്ഥനയുടെ 2ാമത്തെ ദിനത്തിലേക്കാണല്ലോ നാം എത്തിയിരിക്കുന്നത്. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുവാൻ വേണ്ടി പോകുന്നത് കണ്ണൂർ ജില്ലയ്ക്ക് വേണ്ടിയാണ്. അല്പസമയങ്ങൾ കണ്ണൂർ ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുവാൻ, തിരുവചനങ്ങളെ കേൾക്കുവാനൊക്കെ നമുക്ക് നമ്മുടെ സമയത്തെ വേർതിരിക്കാം. തലമുറകളെ കുറിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. യേശു കർത്താവ് ഇപ്രകാരമാണ് പറഞ്ഞത്. യേശു കാൽവരി ക്രൂശിലേക്ക് പോകുമ്പോൾ യെരൂശലേം പുത്രിമാർ നിലവിളിക്കുകയാണ്. ആ നിലവിളിക്കുന്ന യെരൂശലേം പുത്രിമാരെ നോക്കിയിട്ട് യേശു ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, നിങ്ങൾ എന്നെ ചൊല്ലി കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയുവീൻ എന്ന്. അതെ, നമ്മുടെ തലമുറകളെ ഓർത്ത് നിലവിളിക്കുക, കരയുക എന്നുള്ളതാണ് പരമപ്രധാനമായ വിഷയം. ഈ ദിവസങ്ങളിൽ നമ്മൾ ഒരുമിച്ച് ചേർന്ന് ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം വർദ്ധിരിക്കുമ്പോൾ സഭകളായി, കുടുംബങ്ങളായി, വ്യക്തികളായി നമുക്ക് പ്രാർത്ഥനയിൽ നമുക്ക് ഒരുമിക്കാം. ഒരു നിമിഷം ഈ 2ാമത്തെ ദിവസത്തെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം പറയുന്നു. തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ജില്ലകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എക്സൽ VBS നാഷണൽ പ്രെയർ മൂവ്മെന്റും ക്രൈസ്തവ എഴുത്തുപുരയുമായിട്ട് ചേർന്ന് സംഘടിപ്പിച്ചിരിക്കുന്ന ഈ പ്രാർത്ഥനാ മൂവ്മെന്റിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, ഇന്നത്തെ ദിവസം അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥനകൾ കൈക്കൊണ്ട് അവിടുന്ന് നന്മകളും അനുഗ്രഹങ്ങളും ദേശത്തിന്മേൽ ചൊരിയണമേ. കണ്ണൂർ ജില്ലയ്ക്ക് വേണ്ടി ഞങ്ങൾ ഇന്ന് പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം വേർതിരിക്കുമ്പോൾ അസാധാരണമായ ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ അവിടെ ഇടയാക്കണമേ. അവിടെയുള്ള തലമുറകൾക്ക് വേണ്ടി ഞങ്ങൾ ഇടിവിൽ നിൽക്കുന്നു, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തുടർന്ന് നടക്കുന്ന ശുശ്രൂഷകളെ അവിടുന്ന് ആദരിക്കണമേ. അനുഗ്രഹിക്കപ്പെട്ട ആരാധന ഞങ്ങൾക്ക് നൽകി തരണമേ. അനുഗ്രഹിക്കപ്പെട്ട വചന ശുശ്രൂഷ ഞങ്ങൾക്ക് നൽകി തരണമേ. ദൈവസന്നിധിയിൽ ഇടിവിൽ നിന്ന് പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ. മുഴുമഹത്വം അങ്ങേക്ക് മാത്രം അർപ്പിക്കുന്നു, യേശുക്രിസ്തുവിൻ ധന്യനാമത്തിൽ തന്നെ. ആമേൻ. നമുക്കൊരുമിച്ച് ചേർന്ന് ചില പാട്ടുകൾ പാടി കർത്താവിനെ ആരാധിപ്പാൻ, മഹത്വപ്പെടുത്തുവാനുള്ള സമയമാണ്. നമുക്ക് വേണ്ടി ആരാധന നയിക്കുവാൻ നമ്മുടെ നടുവിലെത്തിയിരിക്കുന്നത് പ്രിയ ബെൻസൺ സാർ, ബ്ലെസ്സി സിസ്റ്റർ, അതുപോലെ തന്നെ സ്റ്റെഫിൻ. അവരൊരുമിച്ച് ചേർന്ന് ഈ ആരാധനയിൽ നമ്മളെ നയിക്കും. നിങ്ങളായിരിക്കുന്ന സ്ഥാനങ്ങളിൽ ഒരുമിച്ച് ചേർന്ന് നമുക്കും നമ്മുടെ പ്രാണപ്രിയനായ കർത്താവിനെ പാടി ആരാധിക്കാം. ആരാധനയിലേക്ക് നിങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രാർത്ഥന കൂട്ടായ്മയിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ ദൈവം നൽകുന്ന അവസരങ്ങൾക്കായിട്ട് ദൈവത്തിന് നന്ദി പറയാം. അല്പസമയം കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ദൈവസന്നിധിയിൽ നമ്മൾ ഇരിക്കുമ്പോൾ വിശ്വസിക്കുന്ന ചില കാര്യങ്ങളിൽ മേൽ നാവുകൾ തുറന്നു പറയുന്ന ചില കാര്യങ്ങളിൽ മേൽ ദൈവപ്രവൃത്തി നടക്കും. ഇന്ന് ഈ സമയം ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്കായി നമ്മൾ ഇരിക്കുമ്പോൾ വിശ്വാസത്തോടെ അതിരങ്ങളെ തുറന്നു പറയാൻ കഴിയട്ടെ. അഭിഷേകത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. അഭിഷേകത്തോടെ ഒരു തലമുറ എഴുന്നേറ്റ് കഴിയുമ്പോൾ രാജ്യങ്ങൾ കീഴടക്കുവാൻ, ദേശങ്ങൾ പിടിച്ചെടുക്കുവാൻ ഈ ദിനങ്ങളിൽ അഭിഷേകത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കുവാനുള്ള പ്രാർത്ഥനയോടെ ഈ മീറ്റിംഗിൽ നമുക്ക് പങ്കെടുക്കാം. നിങ്ങളായിരിക്കുന്ന സ്ഥാനങ്ങളിൽ കർത്താവിനെ ആരാധിക്കുമ്പോൾ, സ്തുതിക്കുമ്പോൾ
വിശ്വാസത്തോടെ ഈ വാക്കുകൾ നിങ്ങൾ കൽപ്പിക്കാൻ ഇടയായി തീരട്ടെ. അഭിഷേകത്തോടെ വരും ദിവസങ്ങളിൽ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. നമ്മുടെ രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലേക്ക് അഭിഷേകത്തോടെ ഒരു തലമുറ, രാജ്യങ്ങൾ പിടിച്ചെടുക്കുവാൻ, ദേശങ്ങൾ പിടിച്ചെടുക്കുവാൻ ഒരു തലമുറ എഴുന്നേൽക്കുന്ന ദിനങ്ങളായി വരും ദിവസങ്ങൾ മാറട്ടെ. നമുക്ക് ഒരുമിച്ച് ആരാധനയിൽ പങ്കുചേരാം. അഭിഷേകത്തോടെ കർത്താവിനെ സ്തുതിക്കുമ്പോൾ അധികാരത്തോടെ നിങ്ങളുടെ നാവിൽ നിന്ന് കൽപ്പിക്കട്ടെ. അഭിഷേകത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. ഹല്ലേലൂയ. അക്കരങ്ങളെല്ലാം തട്ടി ഒരുമിച്ച് ചേർന്ന് കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. അഭിഷേകത്തോടെ അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. ദൂതന്മാരും ഇറങ്ങുന്നതും കാണുന്നു, അഭിഷേകം ഇറങ്ങുന്നതും കാണുന്നു. ദൂതന്മാരും ഇറങ്ങുന്നതും കാണുന്നു, അഭിഷേകം ഇറങ്ങുന്നു. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. ഒരു പൗലോസായി ഞാൻ മാറട്ടെ, രാജ്യങ്ങൾ പിടിച്ചെടുക്കട്ടെ. ഒരു പൗലോസായി ഞാൻ മാറട്ടെ, ദേശങ്ങൾ നമ്മുടെ തലമുറകൾ. ഒരു പൗലോസായി ഞാൻ മാറട്ടെ, രാജ്യങ്ങൾ പിടിച്ചെടുക്കട്ടെ. ഒരു പൗലോസായി ഞാൻ മാറട്ടെ, ദേശങ്ങൾ പിടിച്ചെടുക്കട്ടെ. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. വിശ്വാസത്തോടെ അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു പ്രാർത്ഥനയോടെ അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. വിശ്വാസത്തോടെ കൽപ്പിക്കാം. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ. അവർ രാജ്യങ്ങൾ കീഴടങ്ങട്ടെ. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. അഭിഷേകം അഭിഷേകം ഇറക്കി. ഓ സുവിശേഷത്തിന്റെ ശക്തിയാ. ഓ അഭിഷേകം അഭിഷേകം സുവിശേഷത്തിന്റെ ശക്തിയാ. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ. പൗലോസായി ഞാൻ മാറട്ടെ, ദേശങ്ങൾ പിടിച്ചെടുക്കട്ടെ. ഒരു പൗലോസായി ഞാൻ മാറട്ടെ, ദേശങ്ങൾ പിടിച്ചെടുക്കട്ടെ. ഒരു പൗലോസായി ഞാൻ മാറട്ടെ, രാജ്യങ്ങൾ പിടിച്ചെടുക്കട്ടെ. ഒരു പൗലോസായി ഞാൻ മാറട്ടെ, ദേശങ്ങൾ പിടിച്ചെടുക്കട്ടെ.
പൗലോസായി മാറട്ടെ, രാജ്യങ്ങൾ പിടിച്ചെടുക്കട്ടെ. ഒരു പൗലോസായി മാറട്ടെ, ദേശങ്ങൾ പിടിച്ചെടുക്കട്ടെ. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. രാജ്യങ്ങൾ പിടിച്ചെടുക്കും, ദേശങ്ങൾ പിടിച്ചെടുക്കും. രാജ്യങ്ങൾ കീഴടങ്ങും, 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 ദേശങ്ങൾ പിടിച്ചെടുക്കും. അഭിഷേകത്തോടെ തലമുറകളായി മാറട്ടെ. പിടിച്ചെടുക്കും, രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സമയം ഒന്ന് വിശ്വസിക്കാൻ കഴിയട്ടെ. നിങ്ങളുടെ തലമുറകൾ നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ അവരെ അടുത്ത് വിളിച്ചിട്ട് ഒരു നിമിഷം പറയാൻ കഴിയട്ടെ, യേശുവേ ഇവരെ ഒരു പൗലോസായി ഉപയോഗിക്കണമേ കർത്താവേ, ഇവരെ ഉപയോഗിക്കണേ, രാജ്യങ്ങൾ കീഴടക്കുവാൻ ഇവരെ ഉപയോഗിക്കണമേ. അക്കരങ്ങളെ ഉയർത്തി ഒന്ന് പറഞ്ഞാട്ട്, നമ്മൾ കണ്ണൂർ ജില്ലയ്ക്ക് വേണ്ടിയാണല്ലോ പ്രാർത്ഥിക്കുന്നത്. അക്കരങ്ങളെ ഉയർത്തി ഒന്ന് പറഞ്ഞാട്ട്, കണ്ണൂർ ജില്ലയിലുള്ള തലമുറയുടെ മേൽ ഇന്ന് രാത്രിയിൽ, ഇന്ന് ഈ സമയം അഭിഷേകം ഇറങ്ങട്ടെ, അഭിഷേകം ഇറങ്ങട്ടെ, അഭിഷേകം ഇറങ്ങട്ടെ, അഭിഷേകം ഇറങ്ങട്ടെ. ഓ അഭിഷേകം, അഭിഷേകം ഇറങ്ങി സുവിശേഷത്തിന്റെ ശക്തിയാൽ. അഭിഷേകം, അഭിഷേകം ഇറങ്ങി സുവിശേഷത്തിന്റെ ശക്തിയാൽ. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. അവർ രാജ്യങ്ങൾ കീഴടക്കാൻ പോകുന്നു. ദേശങ്ങൾ പിടിച്ചെടുക്കട്ടെ. ഹല്ലേലൂയ. ഈ ദിവസങ്ങൾ നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ തലമുറകൾ രാജ്യങ്ങൾ പിടിച്ചെടുക്കട്ടെ, അവർ ദേശങ്ങൾ പിടിച്ചെടുക്കട്ടെ. ഒരു അഭിഷേകത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കുന്ന ദിനങ്ങളായി മാറട്ടെ. ഈ ആരാധന നിങ്ങൾ പങ്കെടുക്കുമ്പോൾ ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാമോ, ഒന്ന് കൽപ്പിക്കാമോ? അടുത്തൊരു തലമുറ എഴുന്നേൽക്കുകയാണ് അഭിഷേകത്തോടെ. അടുത്തൊരു തലമുറ എഴുന്നേൽക്കുകയാണ് അഭിഷേകത്തോടെ. അടുത്തൊരു തലമുറ എഴുന്നേൽക്കുകയാണ് അഭിഷേകത്തോടെ. അടുത്തൊരു തലമുറ എഴുന്നേൽക്കുകയാണ് അഭിഷേകത്തോടെ. ഒന്ന് വിശ്വസിക്കാൻ കഴിയുമോ? അടുത്തൊരു തലമുറ അഭിഷേകത്തോടെ എഴുന്നേൽക്കുകയാണ്. ഈ ആരാധന പങ്കെടുക്കുമ്പോൾ ഒരു നിമിഷം നാവുകളെ ചലിപ്പിച്ച് അഭിഷേകത്തോടെ പറയാമോ? അഭിഷേകത്തോടെ പറയാമോ? അഭിഷേകത്തോടെ പറയാമോ? വരും ദിനങ്ങളിൽ കണ്ണൂർ ജില്ലയിലുള്ള തലമുറകൾ, യുവജനങ്ങൾ അഭിഷേകത്തോടെ കർത്താവിന് വേണ്ടി എഴുന്നേൽക്കുന്ന ദിനങ്ങളായി മാറുന്നു. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. ഒരു നിമിഷം കണ്ണുകളെ അടച്ചാട്ട് അക്കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിച്ച് കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ഞങ്ങളുടെ തലമുറകൾ കർത്താവിന് വേണ്ടി എഴുന്നേൽക്കുന്ന ദിനങ്ങളുണ്ടായി വരും ദിനങ്ങൾ മാറട്ടെ കർത്താവേ. അതിനുവേണ്ടി ഞങ്ങൾ സമർപ്പിക്കുന്ന കർത്താവേ, ഞങ്ങളത് പ്രാർത്ഥിക്കുന്നു. അവരുടെ മേൽ ദൈവസാന്നിധ്യം ഇറങ്ങട്ടെ, ദൈവസാന്നിധ്യം ഇറങ്ങട്ടെ, ദൈവസാന്നിധ്യം ഇറങ്ങട്ടെ, ഇറങ്ങട്ടെ ദൈവസാന്നിധ്യം, ഇറങ്ങട്ടെ ദൈവസാന്നിധ്യം കർത്താവേ. ഹല്ലേലൂയ. നിറയട്ടെ അവരുള്ളിൽ ദൈവസ്നേഹം, നിറയട്ടെ, പകരട്ടെ ആത്മശക്തി അവരുടെ മേൽ പകരട്ടെ, വളരട്ടെ, അവർ ക്രിസ്തുവിൽ വളരട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. യേശുവേ, താങ്ക് യു ജീസസ്. യേശുവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ഗാനം പാടുമ്പോൾ ഒരു പ്രാർത്ഥനയോടെ നിങ്ങളൊന്ന് പാടാൻ കഴിയുമോ? നിങ്ങളുടെ തലമുറകൾ അടുത്തുണ്ടെങ്കിൽ ഒരു നിമിഷം അവർ അടുത്തിരുന്ന് ഒന്ന് പറഞ്ഞാട്ടോ. നീ അതല്ല, നിങ്ങളുടെ ജില്ലയിലുള്ള തലമുറകൾക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ട്, നിങ്ങളുടെ സഭയിലുള്ള തലമുറകൾക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ട്. അവരുടെ മേൽ ദൈവ സാന്നിധ്യം ഇറങ്ങട്ടെ, ദൈവാഗ്നി അവരിൽ ഇറങ്ങട്ടെ. ഇറങ്ങട്ടെ
ദൈവ സാന്നിധ്യം എന്നിൽ ഇറങ്ങട്ടെ. ഓ ഇറങ്ങട്ടെ, ദൈവാഗ്നി എന്നിൽ ഇറങ്ങട്ടെ. ഇറങ്ങട്ടെ, ദൈവ സാന്നിധ്യം എന്നിൽ ഇറങ്ങട്ടെ. ഇറങ്ങട്ടെ, ദൈവാഗ്നി എന്നിൽ ഇറങ്ങട്ടെ. എന്നിലെ ഞാനെന്ന ഭാവം മാറട്ടെ. നിഹിതം ഈ എന്നിൽ നിറവേറട്ടെ. എന്നിലെ ഞാനെന്ന ഭാവം മാറട്ടെ. നിഹിതം ഈ എന്നിൽ നിറവേറട്ടെ. നിറയട്ടെ, ദൈവ സ്നേഹം എന്നിൽ നിറയട്ടെ. തെളിയട്ടെ, ദൈവ തേജസ് എന്നിൽ തെളിയട്ടെ. തലമുറകളിൽ നിറയട്ടെ, ദൈവ സ്നേഹം നിറയട്ടെ. തെളിയട്ടെ, ദൈവ തേജസ് എന്നിൽ തെളിയട്ടെ. എന്നിലെ ദുർചിന്തകളെല്ലാം മാറട്ടെ. നിഹിതം ഈ എന്നിൽ നിറവേറട്ടെ. എന്നിലെ ദുർചിന്തകളെല്ലാം മാറട്ടെ. നിഹിതം ഈ എന്നിൽ പകരട്ടെ. ആത്മശക്തി എന്നിൽ പകരട്ടെ. വളരട്ടെ, വളരട്ടെ, ഞാൻ ക്രിസ്തുവിലെന്നും തലമുറകളെ നോക്കി ഈ രാത്രി കൽപ്പിച്ചാട്ടെ. പകരട്ടെ, ആത്മശക്തി എന്നിൽ വളരട്ടെ. അവൻ ക്രിസ്തുവിൽ വളരട്ടെ. വളരട്ടെ, ഞാൻ ക്രിസ്തുവിലെന്നും വളരട്ടെ. എന്നിലെ വിരുദ്ധമെല്ലാം അവൻ നിന്റെ ഹിതം എന്താണെന്ന് അറിയുമോ? ഹിതം ഈ എന്നിൽ നിറവേ. നിന്റെ ഹിതം ഞങ്ങളെ കേടിയണമേ. ഇറങ്ങട്ടെ, ദൈവ സാന്നിധ്യം എന്നിൽ ഇറങ്ങട്ടെ. ഇറങ്ങട്ടെ, ദൈവാഗ്നി എന്നിൽ ഇറങ്ങട്ടെ. ഓ ഇറങ്ങട്ടെ. നമ്മുടെ തലമുറകളിൽ ദൈവ സാന്നിധ്യം ഇറങ്ങുമ്പോൾ, ഈ ആത്മശക്തി അവരുടെ മേൽ ഇറങ്ങുമ്പോൾ അവരുടെ ജീവനിലെ ഭീരുത്വമെല്ലാം മാറട്ടെ. അവരുടെ ജീവൻ തെറ്റായ ചിന്തകൾ മാറട്ടെ. അവരെ ദൈവത്തിന്റെ ഹിതപ്രകാരം മൂവ് ചെയ്യുന്നത് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരമുള്ള ജീവിതം മാറട്ടെ. ഞാൻ എന്ന ഭാവം മാറട്ടെ. നിഹിതം ഈ എന്നിൽ നിറവേറട്ടെ. ഓ എന്നിലെ ഞാൻ എന്ന ഭാവം മാറട്ടെ. ഓ നിഹിതം ഈ എന്നിൽ നിറവേറട്ടെ. ഓ എന്നിലെ ഞാനെന്ന ഭാവം പൂർണ്ണമായി ദൈവഹിതത്തിനായി സമർപ്പിക്കട്ടെ. ഹിതം എന്നിൽ നിറവേറട്ടെ. ഓ എന്നിലെ ഞാനെന്ന ഭാവം മാറട്ടെ. ഹിതം എന്നിൽ Lord, I need you. Lord, I need you. Every hour I
സമയവും ആ ദൈവ സാന്നിധ്യമാണ് എനിക്ക് വേണ്ടത്. കർത്താവേ, അങ്ങ് ഞങ്ങളെ അവിടുന്ന് ഗൈഡ് ചെയ്യണം, അങ്ങനെ ഹിതപ്രകാരം നയിക്കണമേ കർത്താവേ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ് ഫോർ യുവർ പ്രസൻസ്. അങ്ങയുടെ സാന്നിധ്യത്തിന് വേണ്ടി ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ ഹിതപ്രകാരം ഞങ്ങളെ അവിടുന്ന് നയിക്കണം. ഇന്ന് ഞങ്ങൾ കണ്ണൂർ ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, ഞങ്ങളുടെ തലമുറകളുടെ മേൽ ദൈവ സാന്നിധ്യം ഇറങ്ങട്ടെ, ദൈവമേൽ ഇറങ്ങട്ടെ കർത്താവേ. അവർ ജീവിതത്തിലെ ദുർചിന്തകൾ മാറുന്ന ദിനങ്ങളായി ഈ ദിനങ്ങൾ മാറ്റണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും. ഞങ്ങളത് ആഗ്രഹിക്കുകയും തുടർന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നല്ലോ. അങ്ങയുടെ സാന്നിധ്യം വഹിക്കണം, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ്. വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ആരാധന കർത്തൃദാസന്മാരിൽ കൂടെ നമുക്ക് ലഭ്യമായി. ഇന്ന് 16 ഡിസംബർ കണ്ണൂർ ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടിയാണ് നമ്മൾ സമയത്തെ വേർതിരിക്കുന്നത്. കണ്ണൂർ ജില്ലയെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുനിന്ന് രണ്ടാമത്തെ ഒരു ജില്ലയാണ് കണ്ണൂർ ജില്ല. കേരളത്തിലെ ഒരു വിമാനത്താവളം, 4ാമത്തെ വിമാനത്താവളം കണ്ണൂർ ജില്ലയിലുണ്ട്. 71 ഗ്രാമപഞ്ചായത്തുകളാണ് കണ്ണൂർ ജില്ലയിലുള്ളത്. 11 ബ്ലോക്ക് പഞ്ചായത്ത്, 9 മുനിസിപ്പാലിറ്റീസ്. ഇതാണ് കണ്ണൂരിനെ കുറിച്ചുള്ള ഒരു ലഘു വിവരണം. ഈ ജില്ലയെ ഓർത്ത് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. 25,23,000 ആൾക്കാരാണ് ആ ജില്ലയിലുള്ളത്. ആ ജില്ലയിൽ യേശുവിനെ അറിയാത്ത, യേശുവിനെ സ്നേഹമറിയാത്ത ധാരാളം ആൾക്കാരുണ്ട്. അവിടുത്തെ യുവജനങ്ങൾ, കുഞ്ഞുങ്ങൾ, സ്കൂളുകൾ, അതൊക്കെ ഓർത്ത് ദൈവസന്നിധിയിൽ നമുക്കൊന്ന് ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ വേണ്ടിയാണ് നമ്മൾ ഈ സമയം വേർതിരിക്കുന്നത്. നിങ്ങളിരിക്കുന്ന ഇരിപ്പിടങ്ങളിൽ ഇരുന്ന് ഒരുമിച്ച് നമുക്ക് കണ്ണൂർ ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മൾ ദൈവസന്നിധിയിൽ ചില മിനിറ്റുകൾ നമ്മൾ വേർതിരിക്കുകയാണ്. കണ്ണൂർ ജില്ലയിൽ അസാധാരണമായ ദൈവപ്രവർത്തികൾ നടക്കേണ്ടതിനായിട്ട് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കണ്ണൂർ ജില്ലയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ജില്ലാ കളക്ടറെ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പഞ്ചായത്ത് പ്രസിഡന്റുമാരെ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മുനിസിപ്പാലിറ്റികൾക്ക് നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ടവരെ നമുക്ക് ദൈവസന്നിധിയിൽ ഓർക്കാം. വിവിധങ്ങളായ നിലകളിൽ നേതൃത്വ നിലയിൽ നിൽക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവരെ ഓർത്ത് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. MLA-മാർക്കായി, MP-മാർക്കായിട്ട് നമുക്ക് ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യാം. എല്ലാവരും അതരങ്ങളെ ചലിപ്പിച്ച് ഞാൻ പറയുന്ന വിഷയങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില മിനിറ്റുകൾ ആ ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് സ്തോത്രം ചെയ്താട്ടെ. ആ ജില്ലയിൽ ദൈവത്തിൻ്റെ ഒരു വലിയ പ്രവർത്തികൾ ഉണ്ടാകേണ്ടതിന് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. വിവിധങ്ങളായ നിലകളിൽ കർത്താവിൻ്റെ വേലയിൽ വിവിധ സഭാ ശുശ്രൂഷകളിൽ ഏർപ്പെട്ടിരിക്കുന്ന ദൈവദാസന്മാരെ നമുക്ക് ഓർക്കാം. സഭകളെ ഓർക്കാം, കുടുംബങ്ങളെ ഓർക്കാം, കുഞ്ഞുങ്ങളെ നമുക്ക് ഓർക്കാം, യുവജനങ്ങളെ നമുക്ക് ഓർക്കാം. ആ ജില്ലയിലുള്ള എല്ലാ സ്കൂൾ കോളേജുകൾക്ക് വേണ്ടി നമുക്ക് ദൈവസന്നിധിയിൽ നമുക്ക് സ്തോത്രം ചെയ്യാം. ആമൻ. ദൈവത്തിൻ്റെ ഒരു വലിയ പ്രവൃത്തി ദൈവം ചെയ്യേണ്ടതിനായിട്ട് നമുക്ക് ദൈവസന്നിധിയിൽ നമുക്ക് സ്തോത്രം ചെയ്യാം. ചില മിനിറ്റുകൾ അല്പനേരം പ്രാർത്ഥനയ്ക്ക് വേണ്ടി, മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാണ് നമ്മൾ സമയം വർദ്ധിരിക്കുന്നത്. അതിനുശേഷമായി തിരുവചനത്തിൽ നിന്ന് നമുക്ക് കേൾക്കുവാനുള്ള സമയമാണ്. ആമൻ. അല്പം മിനിറ്റുകൾ ആമൻ അധരങ്ങളെ തുറന്ന് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ആമൻ. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ആമൻ ചെവി തുറന്നിരിക്കുന്ന, നമ്മുടെ പ്രാർത്ഥനകൾ കൈക്കൊള്ളുന്ന ഒരു ദൈവം നമ്മുടെ നടുവിലുണ്ടല്ലോ. ഇന്ന് ഈ മീഡിയ ഫ്ലോറിൽ നമ്മൾ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ഇത് ഓൺലൈനിലൂടെ ആമൻ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, ആമൻ നമുക്ക് ഒരുമിച്ച് ചേർന്ന് ചില മിനിറ്റുകൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയത്തെ വേർതിരിക്കാം. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികൾ ഉണ്ടാകേണ്ടതിന്, അസാധാരണമായ പ്രവൃത്തികൾ, ഞാൻ പറയുന്ന വിഷയങ്ങൾക്ക് അധരങ്ങളെ ചലിപ്പിച്ച് ചില മിനിറ്റുകൾ സ്തോത്രം പറയുവാൻ കഴിഞ്ഞാൽ തന്നെ അതൊരു വലിയ അനുഗ്രഹമാണ്. ആമൻ. സ്തുതിക്കുമ്പോൾ ദൈവപ്രവൃത്തികൾ അവിടുന്ന് വെളിപ്പെടുവാൻ തുടങ്ങും. അസാധാരണമായത് ദൈവം ചെയ്യുവാൻ തുടങ്ങും. എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലേക്ക് ദൈവ സാന്നിധ്യം ഉണ്ടാകട്ടെ. ആമൻ. ഓരോ ആമൻ ഇതിൻ്റെ നേതൃത്വത്തിൽ നിൽക്കുന്നവരെ അവർക്ക് വിസ്ഡം ഉണ്ടാകട്ടെ. ആ ജില്ലയെ നയിക്കുവാനുള്ള എല്ലാ ദൈവ കൃപകളും ദൈവം അവർക്ക് പകർന്നു നൽകട്ടെ. ഒരുമിച്ച് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ലഹരിക്ക് അടിമപ്പെട്ടു പോയ യുവതലമുറകളുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. കോളേജുകളിലും സ്കൂളുകളിലുമൊക്കെ ലഹരിയുടെ ഉപയോഗം കൂടിക്കൊണ്ടിരിക്കുകയാണ്. തലമുറകളുടെ ലക്ഷ്യം തെറ്റിക്കൊണ്ടിരിക്കുക. പാപത്തെ പച്ചവെള്ളം പോലെ തലമുറകൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ
അവർക്ക് വേണ്ടി നമുക്ക് ഇടിവിൽ നിൽക്കാം. നമ്മൾ പാടിയതുപോലെ ആമേൻ, നമ്മുടെ കുഞ്ഞുങ്ങളിന്മേൽ അഭിഷേകമുള്ള ഒരു തലമുറ നമ്മുടെ ദേശത്ത് നിന്ന് എഴുന്നേറ്റ് വരട്ടെ. കണ്ണൂർ ജില്ലയിൽ നിന്ന് അഭിഷേകമുള്ള തലമുറകൾ എഴുന്നേറ്റിട്ട് വരട്ടെ. ദൈവത്തെ ഭയപ്പെടുന്ന, ദൈവത്തിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്ന, ദൈവത്തിൻ്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് ജീവിക്കുന്ന തലമുറകൾ അവിടുന്ന് എഴുന്നേറ്റ് വരട്ടെ. മാതാപിതാക്കളെ അനുസരിക്കുന്ന, അധ്യാപകരെ ബഹുമാനിക്കുന്ന, അവൻ പരസ്പരം ബഹുമാനം കൊടുക്കുന്ന തലമുറകൾ നമ്മുടെ ദേശത്ത് നിന്ന് ദൈവം എഴുന്നേൽപ്പിക്കട്ടെ യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. ആമൻ. കർത്താവേ, അവിടുന്ന് അത്ഭുതം ചെയ്യണമേ അപ്പാ. ആമൻ. ഹല്ലേലൂയ. വ്യത്യസ്തമായ നിലകളിൽ ആമൻ സോഷ്യൽ ആക്ടിവിറ്റിയിൽ ആമൻ പ്രവർത്തിക്കുന്നവരുണ്ടല്ലോ കർത്താവേ. ആമൻ. കർത്താവേ, ആമൻ വ്യത്യസ്തമായ നിലകളിൽ ദൈവരാജ്യത്തിന്റെ മഹത്വത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരുണ്ടല്ലോ. ദൈവത്തിന്റെ പ്രവർത്തികളെ അവിടെ നയിക്കണമേ. ആ ജില്ലയോട് മനസ്സലിയണമേ. യേശുവിന്റെ സ്നേഹം തിരിച്ചറിയാത്ത, ആമൻ നിത്യതയെ കുറിച്ച് കാഴ്ചപ്പാടില്ലാത്ത, മരണാനന്തര ജീവിതത്തെ കുറിച്ച് ആമൻ കർത്താവ് ബോധ്യമില്ലാത്തവർ കർത്താവെ, ആമൻ ആ നിത്യതയെക്കുറിച്ചുള്ള അറിവ് അവർക്കുണ്ടാകാൻ, ആമൻ കർത്താവെ, അവരെവിടേക്ക് പോകുന്നു, അവരെന്ത് ചെയ്യുന്നു, അവരെന്തിനീ ഭൂമിയിൽ വന്നു എന്നുള്ളതായ ബോധ്യമുണ്ടാകേണ്ടതിന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. കർത്താവേ, അവൻ എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടല്ലോ. 10ാം ക്ലാസ്സിലും അവൻ +1 +2 പഠിക്കുന്നവരുണ്ടല്ലോ. അവൻ പ്രൊഫഷണൽ കോഴ്സുകൾ ചെയ്യുന്നവരുണ്ടല്ലോ. ഞങ്ങളുടെ തലമുറകൾ ഉന്നതമായ വിദ്യാഭ്യാസമുള്ളവരായി മാറട്ടെ കർത്താവേ. യേശുവിൻ നാമത്തിൽ ഞങ്ങളത് പ്രാർത്ഥിക്കുന്നു. അത്ഭുതം കർത്താവ് ചെയ്യുന്നതിനാൽ നന്ദി പറയുന്നു കർത്താവേ. വെക്കേഷൻ ടൈമിൽ നടക്കുവാൻ പോകുന്ന എല്ലാ VBS പ്രവർത്തനങ്ങൾക്കായി ഞങ്ങൾ സ്തോത്രം പറയുന്നു കർത്താവേ. ആ VBSന്റെ പ്രവർത്തനങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ കർത്താവേ. കുഞ്ഞുങ്ങളുടെ മേഖലയിൽ, യുവജനങ്ങളുടെ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന എല്ലാ പ്രവർത്തകരെയും ഞങ്ങൾ ഓർക്കുന്നു. ആമൻ. കർത്താവ്, അവരെ അവിടുന്ന് സഹായിക്കണമേ. ഒരുമിച്ച് ചേർന്ന് ഈ വിഷയങ്ങൾക്കായി ഞാൻ പറയുന്ന വിഷയങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആത്മനിറവോടെ ആ വിഷയത്തെ ഏറ്റെടുത്തൊന്ന് സ്തോത്രം ചെയ്താട്ടെ. യുവജനങ്ങളുടെ നടുവിൽ പ്രവർത്തിക്കുന്നവരെ ദൈവം ശക്തമായി ഉപയോഗിക്കട്ടെ. തലമുറകളുടെ നടുവിൽ നിൽക്കുന്നവരെ ദൈവം ഉപയോഗിക്കട്ടെ. ആമൻ. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട തലമുറകൾ എഴുന്നേറ്റ് വരേണ്ടതിന് നമുക്ക് ദൈവസന്നിധിയിൽ നമുക്ക് സ്തോത്രം ചെയ്യാമല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളെല്ലാവരും ഈ വിഷയത്തെ ഓർത്ത്, കണ്ണൂരിനെ ഓർത്ത്, അവിടെയുള്ള ദൈവദാസന്മാരെ ഓർത്ത്, ആമൻ, അവിടെയുള്ള പ്രവർത്തനങ്ങളെ ഓർത്ത്, ആമൻ, രാഷ്ട്രീയ ആമൻ പ്രവർത്തകരെ ഓർത്ത്, ആമൻ, മത നേതാക്കന്മാരെ ഓർത്ത്, ആമൻ, ഹല്ലേലൂയ, വ്യത്യസ്തമായ നിലകളിൽ നിൽക്കുന്നവരെ ഓർത്ത് നമുക്ക് ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ ജോബി KC സാർ മുൻപോട്ട് കടന്നു വന്ന് ഈ വിഷയങ്ങളെ ഓർത്തുകൊണ്ട് ദൈവസന്നിധിയിൽ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നതായിരിക്കുമല്ലോ. ദൈവമായ കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കണ്ണൂർ ജില്ലയ്ക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാ കർത്താവെ പഞ്ചായത്തുകളെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. ഭരണത്തിന് നേതൃത്വം നൽകുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സമർപ്പിക്കുന്നു കർത്താവെ. രാഷ്ട്രീയമായി, സാമ്പത്തികമായി, കർത്താവെ, സാമൂഹികമായി, സാംസ്കാരികമായി എല്ലാ മേഖലയിലും ഉയർച്ചയുണ്ടാകട്ടെ കർത്താവെ. പ്രത്യേകിച്ച് എല്ലാ കുടുംബങ്ങളെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. കുടുംബങ്ങളുടെ മേൽ സമാധാനം ഉണ്ടാകട്ടെ കർത്താവെ. ആത്മഹത്യാ സ്പിരിറ്റുകൾ കർത്താവെ ദേശങ്ങളിൽ നിന്ന് മാറട്ടെ കർത്താവെ. ഹല്ലേലൂയ. കർത്താവെ, എല്ലാ കുഞ്ഞുങ്ങളുടെ മേലും യുവജനങ്ങളുടെ മേലും കർത്താവെ, കുടുംബങ്ങളിലെല്ലാം സമാധാനം ഉണ്ടാകട്ടെ കർത്താവെ. സന്തോഷമുണ്ടാകട്ടെ. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ച് പോകുന്നുവെന്ന് അങ്ങയുടെ വചനമാണല്ലോ കർത്താവെ. ആ സമാധാനം ലോകം തരുന്നത് പോലെ അല്ലല്ലോ കർത്താവെ. മദ്യത്തിന് തരാൻ കഴിയാത്ത സമാധാനം, മയക്കുമരുന്നുകൾക്ക് തരാൻ കഴിയാത്ത സമാധാനം, ലോകപരമായ കർത്താവെ സന്തോഷങ്ങൾക്ക് തരാൻ കഴിയാത്ത സമാധാനം ഓരോ കുടുംബങ്ങളുടെ മേലും കർത്താവ് പകരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവ്, ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും വ്യക്തി ജീവിതങ്ങൾ നിരാശയിലൂടെ കടന്നു പോകുന്നെങ്കിൽ അവരുടെ ഹൃദയങ്ങളിലേക്ക് സന്തോഷം വരട്ടെ കർത്താവെ. ജീവിതം മടുത്തുപോയ സഹോദരങ്ങളുടെ മേൽ കർത്താവെ ഇനിയും ജീവിപ്പാനുള്ള പ്രതീക്ഷ കർത്താവെ ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഉണ്ടായി വരട്ടെ കർത്താവെ. കടബാധ്യതയിലൂടെ കടന്നു പോകുന്നവർക്ക് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ, തകർന്ന സാമ്പത്തിക അവസ്ഥകൾ കർത്താവെ, വേദനയോടെ ഭാരത്തോടെ ഇനി മുൻപോട്ട് പോകാൻ കഴിയില്ലെന്ന് ചിന്തിക്കുന്നവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരുടെ മേൽ ദൈവത്തിൻ്റെ കരുണ ചൊരിയണമേ കർത്താവെ. ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരിടയനുണ്ടെന്ന്
കരുതുന്ന, ഞങ്ങൾക്ക് വേണ്ടി കരുതുന്ന ഒരു കർത്താവുണ്ടെന്ന് കർത്താവെ രാത്രി കർത്താവെ ഓരോ കുടുംബങ്ങളും തിരിച്ചറിയട്ടെ. കർത്താവെ ഓരോ കുടുംബങ്ങളും കർത്താവെ കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നല്ലോ, കരയുന്നല്ലോ. തലമുറകളുടെ കർത്താവെ വഴിതെറ്റി പോകുന്ന തലമുറയോർത്ത് നിലവിളിക്കുന്നല്ലോ. കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. സ്കൂൾ തലത്തിലേക്ക് പോകുന്ന കുഞ്ഞുങ്ങളുടെ യാത്രകളിൽ ദൈവത്തിൻ്റെ സംരക്ഷണം ഉണ്ടാകണമേ. കർത്താവ് യോബിൻ്റെ തലമുറയ്ക്ക് ചുറ്റും കർത്താവെ വേലി കെട്ടി സൂക്ഷിച്ചതുപോലെ കർത്താവെ ഞങ്ങളുടെ തലമുറകളെ, പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിലെ തലമുറകളുടെ മേൽ ദൈവത്തിൻ്റെ കരുണയും സംരക്ഷണവും ഉണ്ടാകട്ടെ. കർത്താവ് ദൂതന്മാരുടെ കാവലുണ്ടാകട്ടെ. സഭകൾക്കായി പ്രാർത്ഥിക്കുന്നു, ആത്മീയ പ്രസ്ഥാനങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു, യുവജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രസ്ഥാനങ്ങളെ ദൈവസനെ സമർപ്പിക്കുന്നു, കുട്ടികൾക്കിടയിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രസ്ഥാനങ്ങളെ ദൈവസനെ സമർപ്പിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പോലീസ് സംവിധാനങ്ങൾ കർത്താവെ, മറ്റെല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവസനെ സമർപ്പിക്കുകയാണ്. കർത്താവെ എല്ലാവരും പരിജ്ഞാനത്തോടെ ദൈവകൃപയോടെ കാര്യങ്ങൾ നയിപ്പാൻ കർത്താവെ ആ ജില്ലയെ കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിക്കുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ അനുഗ്രഹിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. സാമൂഹ്യ പ്രസ്ഥാനങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ മേഖലകളിലും നന്മകൾ ഉണ്ടാകട്ടെ, അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ കർത്താവ്. വലിയ ഉണർവുകൾ ഉണ്ടാകട്ടെ, സന്തോഷകരമായ സമാധാനകരമായ വാർത്തകൾ അവിടെ നിന്ന് ഉണ്ടായി വരട്ടെ കർത്താവെ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ കുടുംബങ്ങൾക്കും ഒരു സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ കർത്താവ് ഒരു പുതുവർഷത്തിലേക്ക് അവർ കടക്കുമ്പോൾ എല്ലാ നന്മകളിലേക്ക് കടക്കുവാൻ, അനുഗ്രഹത്തിലേക്ക് കടക്കുവാൻ കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവസന്നിധിയിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി ദുർമാർഗങ്ങളെ വിട്ട് തിരിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അവരുടെ പാപം ക്ഷമിച്ച് സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥന കേട്ട് അവർക്ക് മറുപടി നൽകും, അവരുടെ രോഗങ്ങളെ സൗഖ്യമാക്കും, അവരുടെ പാപത്തെ ക്ഷമിക്കുമെന്ന് പറഞ്ഞ പ്രിയ കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ദേശത്തിൻ്റെ മേൽ സമാധാനം ഉണ്ടാകട്ടെ, ദേശത്തിൻ്റെ മേൽ സൗഖ്യമാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. 18 കോഴിക്കോട്, 19 മലപ്പുറം, 20 പാലക്കാട്, 21 തൃശ്ശൂർ, 22 എറണാകുളം, 23 ഇടുക്കി, 24 കോട്ടയം, 25 ആലപ്പുഴ, 26 പത്തനംതിട്ട, 27 കൊല്ലം, 28 തിരുവനന്തപുരം. ഇങ്ങനെ ഈ ജില്ലകളിൽ ഓരോ ദിവസങ്ങളിലും നമ്മുടെ പ്രാർത്ഥനകൾ നടത്തപ്പെടുകയാണ്. എല്ലാ ദിവസങ്ങളിലും പകൽ അതാത് ലോക്കൽ സഭകളിൽ തലമുറകൾക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥനകൾ ക്രമീകരിക്കുവാനും തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും ഞങ്ങൾ നിങ്ങളെ ഉത്സാഹിപ്പിക്കുന്നു. വൈകുന്നേരം നമ്മുടെ ഓൺലൈനിലൂടെ നമ്മുടെ ഈ പ്രോഗ്രാമുകൾ എല്ലാ ദിവസവും ഉണ്ട്. ആ മീറ്റിങ്ങിൽ ഓൺലൈനിൽ നിങ്ങൾ ജോയിൻ ചെയ്യണം. കൂടാതെ നിങ്ങൾ കഴിവതും നമ്മുടെ ചർച്ച് ഗ്രൂപ്പിലേക്കും നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കുമൊക്കെ ഇതിൻ്റെ ലിങ്കുകൾ നിങ്ങൾ ഷെയർ ചെയ്യുക. 8:30 മുതൽ നമ്മൾ സൂമിൽ നമ്മുടെ പ്രാർത്ഥനാ മീറ്റിങ്ങുകൾ നടത്തപ്പെടുന്നു. കഴിവതും ജോയിൻ ചെയ്യുവാൻ കഴിയുന്നവർ, പ്രത്യേകിച്ച് അതാത് ജില്ലകളിലുള്ളവർ, നിങ്ങൾ ആ മീറ്റിങ്ങിൽ സൂമിൽ ജോയിൻ ചെയ്യുവാനും തലമുറകൾക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥിപ്പാനും നിങ്ങളെ ഞങ്ങൾ ഉത്സാഹിപ്പിക്കുന്നു. ഒരുമിച്ച് നമുക്ക് സംഘടനാ സഭാ വ്യത്യാസമൊന്നുമില്ലാതെ ഒരുമിച്ച് തലമുറകൾക്ക് വേണ്ടി നമുക്ക് ഇടിവിൽ നിൽക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് നമുക്ക് തിരുവചനം കേൾക്കുവാനുള്ള സമയമാണ്. നമ്മുടെ ഓൺലൈൻ മീറ്റിങ്ങിൽ നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് കൂടുതൽ സമയം എടുക്കാതെ സൂമിലെ നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ കൂടുതൽ സമയം നമ്മൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി എടുക്കും. അതുകൊണ്ട് തന്നെ സൂമിലെ മീറ്റിങ്ങിലും നിങ്ങൾ പങ്കെടുക്കുവാൻ ദൈവനാമത്തിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. കഴിഞ്ഞ ദിവസത്തിൽ നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ബിനു വടശ്ശേരിക്കരയിലൂടെ നമുക്ക് ലഭ്യമായി. ഇന്ന് നമുക്ക് വേണ്ടി ദൈവികമായ സന്ദേശം നമ്മളിലേക്ക് പകരുവാൻ എത്തിയിരിക്കുന്നത് കർത്താവിൽ അനുഗ്രഹീതനായ, ഞാൻ ക്രിസ്തുവിൽ വളരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന പാസ്റ്റർ ജോൺ ജോസഫ് അവറുകളാണ്. അദ്ദേഹം അസംബ്ലീസ് ഓഫ് ഗോഡ് ദൈവസഭയുടെ അനുഗ്രഹീതനായ ഒരു ശുശ്രൂഷകനാണ്. ഉരുകുന്ന ദൈവസഭയുടെ ശുശ്രൂഷകനായിട്ട് അദ്ദേഹം സേവനമനുഷ്ഠിക്കുന്നു. അദ്ദേഹം തലമുറകളുടെ നടുവിൽ അനുഗ്രഹീതനായ ഒരു ശുശ്രൂഷകനാണ്. വ്യത്യസ്തമായ നിലകളിൽ തലമുറയുടെ നടുവിൽ ശുശ്രൂഷിക്കുന്ന ഒരു ദൈവദാസനും കൂടെയാണ്. ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ വചന ശുശ്രൂഷ നമുക്ക് അനുഗ്രഹമായി തീരും എന്നതിന് യാതൊരു സംശയവുമില്ല. വളരെ പ്രാർത്ഥനയോടുകൂടെ അദ്ദേഹത്തിൻ്റെ വചന ശുശ്രൂഷയിലേക്ക് നമ്മുടെ കാതുകളെ കുറിപ്പിക്കാം. തുടർന്നുള്ള വചന ശുശ്രൂഷയ്ക്കായി വളരെ സ്നേഹത്തോടെ പ്രിയ ജോൺ ജോസഫ് പാസ്റ്ററെ ക്ഷണിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. തലമുറകൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ 2ാമത്തെ ദിവസക്കാലം ഈ വൈകിയ സമയത്ത് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കിയ എല്ലാ നന്മകൾക്ക് അനുഗ്രഹങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹ രീതിയിൽ പ്രൈസ് ദൈവത്തെ പാടി ആരാധിക്കുവാൻ
കണ്ണൂർ ജില്ലയ്ക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുവാൻ ഈ വൈകിയ സമയത്ത് സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കിയ എല്ലാ നന്മകൾക്ക് അനുഗ്രഹങ്ങൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നമുക്കൊരു വേദഭാഗം വായിക്കാം. യോബിൻ്റെ പുസ്തകം 37 അധ്യായം 21 വാക്യം. ഇപ്പോൾ ആകാശത്തിൽ വെളിച്ചം ശോഭിക്കുന്നത് കാണുന്നില്ല, എങ്കിലും കാറ്റ് അതിനെ തെളിവാക്കുന്നു. ഈ വൈകിയ സമയത്ത് ഒരുമിച്ച് നാം കടന്നു വരുമ്പോൾ നമ്മുടെ തലമുറകൾക്ക് വേണ്ടി നാം നാളുകളായി പ്രാർത്ഥിക്കുന്നതാണ്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ തുടർമാനമായിട്ട് എക്സൽ മിനിസ്ട്രീസ് തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ടിടയായി തീർന്നു. ഈ വർഷവും 2023 ഈ അവസാന നാളുകളിൽ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ സ്വർഗത്തിലെ ദൈവം പ്രൈസലോ ഹല്ലേലൂയ ഇപ്രകാരം അവസരം നമുക്ക് നൽകി തരുവാനായിട്ടിടയായി തീർന്നു. ഒരു പക്ഷെങ്കിൽ നാം വായിച്ച ഈ വചനം പോലെ ഇപ്പോൾ ആകാശത്തിൽ വെളിച്ചം ശോഭിക്കുന്നത് കാണുന്നില്ല. പല കാലങ്ങളായി നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം. പലപ്പോഴും അനേകരും പറഞ്ഞിരിക്കാം, നാളുകളായി തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പക്ഷെ ഇന്നുവരെയും ഒരു ദൈവപ്രവൃത്തി തലമുറയിൽ കാണുവാൻ കഴിയുന്നില്ലെങ്കിലും വചനം പറയുന്നത് പോലെ ഒരു കാറ്റ് തെളിവായി അടിക്കാനായിട്ടുള്ള സമയമെടുത്തിരിക്കുകയാണ്. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിനേക്കാൾ വ്യത്യസ്തമായി സ്വർഗത്തിലെ ദൈവത്തിന് പറയുവാനായിട്ടുള്ളത്, അല്ലെ നീ ഒന്നും തെളിവായിട്ട് കാണുവാൻ ഇന്നുവരെ നിന്റെ ജീവിതത്തിൽ കഴിഞ്ഞില്ലെങ്കിലും നിന്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവം ചിലത് തെളിവായിട്ട് ഈ ദിവസങ്ങളിൽ കാണിക്കാൻ പോവുകയാണ്. 2023 അവസാനിക്കാൻ ചില ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ഹല്ലേലൂയ ഓരോ ജില്ലകളെയും ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഓരോ ജില്ലയിലുമുള്ള യൗവനക്കാരെ, കുഞ്ഞുങ്ങളെ, ദൈവദാസന്മാരെ ഈ ദിവസങ്ങളിൽ ദൈവം തെളിവായി എഴുന്നേൽപ്പിക്കുന്ന ദിവസങ്ങളാക്കി തീർക്കാൻ പോവുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ട വചനം പോലെ അത് നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി നാം അവർക്ക് വേണ്ടി ഇടിൽ നിൽക്കുവാനായിട്ടിടയെത്തണം. പുറപ്പാട് പുസ്തകം 2 അധ്യായം 2 വാക്യം കാണുന്നത്, ലേവി കുടുംബത്തിൽ ഒരു പുരുഷൻ ലേവി കന്യകയായി വിവാഹം കഴിച്ചു അല്ലെ അവനൊരു മകനുണ്ടായി അത് നമുക്കറിയാം. മോശയെ കുറിച്ചാണ് പറയുന്നത്. അവരുടെ മാതാപിതാക്കളാണ് ആദ്യം അവരെ ഹല്ലേലൂയ അവൻ സൗന്ദര്യമുള്ളവനെന്ന് കണ്ടത്. ദൈവമക്കളെ, നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ തലമുറയെ കുറിച്ച് നാം ഒരു ദൂത് കാണുവാനായിട്ടിടയെത്തണം, ദർശനം കാണുവാനായിട്ടിടയെത്തണം. അവൻ സൗന്ദര്യമുള്ളവനെന്ന് മറ്റാരുമല്ല കണ്ടത്, മാതാപിതാക്കൾ കണ്ടതുകൊണ്ടാണ് അവന്റെ സമപ്രായക്കാർ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയ സ്ഥാനത്ത് ആ നദിക്കകത്ത് തീർന്നപ്പോൾ അവന് പറയുവാനായിട്ടുള്ളത്, അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് പറയുവാനായിട്ടുള്ളത്, അവന്റെ തലമുറയെ കുറിച്ചൊരു ദർശനം ആ മാതാപിതാക്കൾക്ക് ലഭിച്ചതുകൊണ്ട് ദൈവം ഇസ്രായേൽ ജനത്തെ നയിക്കുവാൻ മോശയെ തെരഞ്ഞെടുത്തതുപോലെ ഈ ദിവസങ്ങളിൽ നമ്മുടെ തലമുറയെ നോക്കി നാം ആദ്യം ദൂത് പറയണം. ഇവൻ അനുഗ്രഹിക്കപ്പെട്ടവനായി തീരും. ഒരു പ്രവാചകൻ വന്നല്ല പറയേണ്ടത്, നമ്മുടെ ഭാഷയിലെ തലമുറയെ നോക്കി നാം പറയുവാനായിട്ടിടയെത്തണം. എന്റെ തലമുറ മറ്റുള്ളവരെക്കാൾ വ്യത്യസ്തനായി തീരുമെന്ന്. ഒരുപക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ നീ പ്രതീക്ഷിക്കുന്ന തലത്തിൽ എത്തപ്പെട്ടില്ലെങ്കിലും പക്ഷെങ്കിൽ വചനം പറയുന്ന പോലെ ഇപ്പോൾ ആകാശത്തിൽ വെളിച്ചം ശോഭിക്കുന്നത് കാണുന്നില്ല. അല്ലെ പ്രതീക്ഷിക്കുന്നതൊന്നും ഒരുപക്ഷെ കണ്ടില്ലെങ്കിലും അല്ലെ അടുത്തത് വചനം പറയുന്നത് കാറ്റ് കടന്ന് അതിനെ തെളിവാക്കുന്നെങ്കിൽ ഈ ദിവസങ്ങളിൽ ഒരു കാറ്റടിക്കാൻ പോകുക. നമ്മുടെ തലമുറയുടെ മേൽ ദൈവത്തിലെ കാറ്റടിക്കാൻ പോകുക. നീ പ്രതീക്ഷിക്കാത്ത തലത്തിലൂടെ അത് നമ്മുടെ തലമുറയെ ദൈവം വഴി നടത്താൻ പോകുക. വീടിനകത്തിരിക്കുന്ന പ്രാർത്ഥിക്കുന്ന മാതാവേ, പിതാവേ, നിനക്ക് വേണ്ടി നിന്റെ തലമുറയ്ക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം ഒരു കാറ്റടിക്കാൻ തുടങ്ങിയ പരിശുദ്ധാത്മാവിന്റെ ചലനം ഈ ദിവസങ്ങൾ അടിക്കാൻ തയ്യാറാകുമ്പോൾ ഹല്ലേലൂയ നീ പ്രതീക്ഷിക്കാത്ത തലത്തിൽ സ്വർഗത്തിലെ ദൈവം കൊണ്ടുപോകും. അല്ല പ്രതീക്ഷകളൊന്നും കാണത്തില്ല. ഇവിടെ ആകാശത്തിൽ വെളിച്ചം ശോഭിക്കുന്നത് അത് കാണുന്നില്ല. ഒരു ഹല്ലേലൂയ ഒന്നും കാണുന്നില്ല. ആകാശത്തിലേക്ക് നോക്കിയാൽ ഒരു വെളിച്ചവുമില്ല, ഒരു ശോഭയുമില്ല. പല തലമുറ നോക്കിയിട്ട് മാതാപിതാക്കൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇവനെ കൊണ്ട് ഒരു കഴിവുമില്ല, ഇവന് എന്തിനു കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് കൂട്ടുകാരുടെ മുമ്പിൽ നിന്ന് മാറ്റി നിർത്തിയ സ്ഥാനത്ത് സ്വർഗത്തിലെ ദൈവം ഒരു തലമുറയെ കണ്ടിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ അവനെ ദൈവം വ്യത്യസ്തനാക്കി തീർക്കുന്ന ദൈവമാണ്. കഴിഞ്ഞ നാളുകളിൽ നിന്റെ തലമുറ ഒരു പക്ഷെങ്കിൽ മാറ്റി നിർത്തിയതായിരിക്കാം, കൂട്ടുകാർ മാറ്റി നിർത്തിയതായിരിക്കാം, നിന്റെ അധ്യാപകർ മാറ്റി നിർത്തിയതായിരിക്കാം, സഭയിൽ ചെന്നപ്പോൾ നിന്റെ പിതാക്കന്മാർ മാറ്റി നിർത്തിയതായിരിക്കാം. പലരും മാറ്റി നിർത്തിയ സ്ഥാനത്തു നിന്ന് സ്വർഗത്തിലെ ദൈവം പറയുന്ന തെളിവായിട്ട് ഹല്ലേലൂയ ചില പ്രകാശ ഈ ദിവസങ്ങൾ തെളിയാൻ പോകുകയാണ്. അഭിഷേകത്തിന്റെ നിറവ് ഇന്ന് പകൽ
പകൽക്കാലം പാടി ആരാധിച്ചപ്പോ പറഞ്ഞതുപോലെ നമ്മുടെ തലമുറമേൽ അഭിഷേകത്തിന്റെ ശക്തി ഈ ദിവസങ്ങൾ പകരപ്പെടുവാൻ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകുമ്പോൾ ദൈവവൈതലേ, മാതാവേ, പിതാവേ, ഒരു ദൈവപ്രവൃത്തി ദിവസങ്ങളിൽ നമ്മുടെ ദേശത്ത് ദൈവം ചെയ്തെടുക്കാൻ പോകുക, നമ്മുടെ തലമുറയിൽ ചെയ്തെടുക്കാൻ പോകുക. പിതാക്കന്മാർ മാറി നിൽക്കുന്ന സമയത്ത് യൗവനക്കാർ മാറി നിൽക്കുമ്പോ ഈ ദിവസങ്ങൾ കുഞ്ഞുങ്ങളെ ദൈവം ഉപയോഗിക്കാനായിട്ട് പോകുക. കുഞ്ഞുങ്ങളെയും മുല കുടിക്കുന്നവരുടെ വായിൽ ദൈവം ബലം നൽകി കൊടുക്കുന്നെങ്കിൽ ഈ ദിവസങ്ങൾ അല്ലെങ്കിൽ ദൈവം ചിലരെ ഉപയോഗിക്കാൻ പോകുക. അതെന്റെ തലമുറയാണ്, എന്റെ ദേശത്താണ്, എന്റെ ജില്ലയിലാണ്, ഞങ്ങളുടെ കേരളത്തിലെ ഈ ദിവസങ്ങളിൽ ദൈവപ്രവൃത്തി കാണുന്നെന്ന് പറയാൻ തയ്യാറാകുമ്പോൾ ദൈവവൈദ്യരെ അവിടെയാണ് ഒരു ദൈവപ്രവൃത്തി കാണുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം ഇപ്രകാരം പറയുന്നുണ്ട്. പ്രൈസലോ, ഹല്ലേലൂയ, പ്രൈസലോ. പത്രോസ് കൂടെ യേശുവിനോട് കൂടെ വിട്ട് മാറി നടക്കുമ്പോൾ ഹല്ലേലൂയ, അവൻ പറയുന്ന നാഥാ, രാത്രി മുഴുവൻ ഞങ്ങൾ വല വീശി, പക്ഷെങ്കിൽ ഒന്നും കിട്ടിയില്ല. പ്രൈസലോ, എങ്കിലും നിന്റെ വാക്കിന് ഞങ്ങൾ വലയിറക്കാം. പ്രൈസലോ, കഴിഞ്ഞ നാളുകളൊക്കെ നാം പ്രാർത്ഥിച്ചതാണ്. രാത്രി മുഴുവൻ നീ കരഞ്ഞതാണ്, പ്രാർത്ഥിച്ചതാണ്, ഇടവിടുന്നതാണ്. ഒന്നും കാണുവാൻ കഴിയുന്നില്ല, ഒന്നും പ്രതീക്ഷിക്കുന്ന കിട്ടുവാൻ കഴിഞ്ഞില്ല. പക്ഷെങ്കിൽ പത്രോസിന് പറയുവാനായിട്ടുള്ളത് ഒന്നും കിട്ടിയിട്ടില്ല. ഒരനുഭവം എൻ്റെ ജീവിതത്തിൽ എനിക്ക് പറയുവാനായിട്ടില്ല. പക്ഷെ ഒന്നെനിക്കറിയാം, നാഥാ, നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാൻ തയ്യാറാണ്. പ്രിയ മാതാവേ, പ്രിയ പിതാവേ, ഹല്ലേലൂയ, യേശുപ്പച്ചന്റെ വാക്കിന് നീ ഒന്ന് വലയിറക്കാൻ തയ്യാറായാൽ, അവന്റെ വാക്കൊന്ന് കേൾക്കുവാൻ ഇന്ന് രാത്രികാലം തയ്യാറായ, നീ പ്രതീക്ഷിക്കാത്ത തലത്തിൽ ഒന്നും നടന്നിട്ടില്ല, ഒന്നും കിട്ടിയില്ല ഇതുവരെ എന്റെ ജീവിതത്തിലെല്ലാം നഷ്ടമെന്ന് ചിന്തിച്ച മണ്ഡലത്തിൽ നിന്ന് നിന്റെ തലമുറയെ നോക്കി നിനക്ക് ഇന്ന് രാത്രികാലം പ്രവചിക്കാൻ കഴിയുമോ? എന്റെ തലമുറ ദൈവത്തിന്റെ വചനപ്രകാരം ഞാൻ നിൽക്കുന്നത് കൊണ്ട് എന്റെ തലമുറയെ മാനിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഈ ദിവസങ്ങൾ പറയാൻ തയ്യാറാകുമ്പോ നിന്നെ ഒരു വ്യത്യസ്തനാക്കി തീർക്കുകയാണ് ദൈവത്തിന്റെ പദ്ധതി. ഒന്നും കിട്ടിയില്ല, ഒരു പ്രതീക്ഷയുമില്ല, രാത്രി അധ്വാനിച്ചതാണ്, എന്റെ നന്മയെല്ലാം എന്റെ തലമുറയ്ക്ക് വേണ്ടി ഒക്കെ കൊടുത്തെന്ന് പറയുന്നെങ്കിലും ഇന്ന് രാത്രി കാലം ആത്മാവിൽ ഞാൻ പറയട്ടെ, ദൈവമക്കളെ, ഒരു പ്രവചന ദൂതായി ഇന്ന് രാത്രികാലം ഏറ്റെടുക്കുവാൻ കഴിയുമോ? കഴിഞ്ഞ നാളുകളിലെ പ്രാർത്ഥന ഭ്രതാവായി തീരത്തില്ല. കഴിഞ്ഞ നാളുകളിൽ മുഴങ്കാലിരുന്നതായിരിക്കാം, കണ്ണുനീരൊഴുക്കിയതായിരിക്കാം, പക്ഷെ എനിക്കൊരു ഒന്നും കാണാൻ കഴിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ, പ്രിയ മാതാവേ, നിന്റെ കണ്ണുനീര് ഒരിക്കലും അത് നഷ്ടപ്പെട്ടു പോകുന്നതല്ല. പിതാവേ, നിന്റെ തലമുറയ്ക്ക് വേണ്ടി കരഞ്ഞതാണോ? നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരഞ്ഞതാണോ? പ്രിയ ദൈവദാസന്മാരെ, നിന്റെ സഭയിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, യൗവനക്കാർക്ക് വേണ്ടി നീ കഴിഞ്ഞ നാളിൽ കരഞ്ഞതാണോ? അല്ലെങ്കിൽ അതിന് ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ പ്രവൃത്തി ദൈവം ചെയ്തെടുക്കാൻ പോകുക. കാരണം ഹല്ലേലൂയ, അനേക യൗവനക്കാരുടെ ഇടയ്ക്ക് പ്രവർത്തിക്കുന്ന അനേക യൗവനക്കാരെ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ ഇടയ്ക്ക് പ്രവർത്തിക്കുന്ന അനേക പിതാക്കന്മാരെ, ഈ ദിവസത്തിന്റെ കണ്ണുനീരിന് ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന് രാത്രികാല സ്വർഗത്തിലെ ദൈവം അയക്കാൻ പോകുക. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? ഹല്ലേലൂയ. നിന്റെ തലമുറയെ നോക്കി ഒന്ന് പ്രവചിക്കാൻ തയ്യാറാകുക. ഇത് എന്നിലൂടെ ഉണ്ടായ തലമുറയാണ്, എന്നിലൊരു ദൈവപ്രവൃത്തി കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടതെങ്കിൽ എന്റെ തലമുറയെ മാറ്റി നിർത്തിയ സ്ഥാനത്ത് ഒന്നും കിട്ടിയില്ല, ശൂന്യത മാത്രമാണ്. അവൻ എത്തപ്പെടുന്നിടത്തെല്ലാം ശൂന്യതയാണ്. ഹല്ലേലൂയ. അവന് നല്ല വിദ്യാഭ്യാസം നൽകിക്കൊടുത്തു, അവിടെ അവന്റെ ജീവിതത്തിൽ ശൂന്യത വന്നു. നല്ല ജോലിക്ക് വേണ്ടി പറഞ്ഞയച്ചു, അവിടെ ശൂന്യതയാണ്. പക്ഷെ ശൂന്യതയെ നിറയ്ക്കുന്ന ഒരു ദൈവത്തിന്റെ അടുക്കിലേക്ക് ഇന്ന് രാത്രി നിന്റെ തലമുറ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകുക. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ മാത്രമേ സ്വർഗത്തിലെ ദൈവത്തിന് നിന്നെ ഒന്ന് നിറയ്ക്കാൻ കഴിയത്തുള്ളൂ. അല്ലെ ആരാണ് ദൈവത്തിന് അടുത്തെല്ലാം തയ്യാറാകുന്നത്? തയ്യാറായെങ്കിൽ മാത്രമേ നിന്റെ ശൂന്യതയൊന്ന് പറയാൻ തയ്യാറാകുക. നിന്റെ തലമുറയ്ക്കകത്തൊരു ദൈവപ്രവർത്തിക്ക് വേണ്ടി സ്വർഗം ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി, കർത്താവേ, എന്റെ ബോട്ടിനകത്ത് ഈ ശൂന്യത മാറ്റുക, നിന്റെ വാക്കിന് ഞാൻ വലയിറക്കുന്നത് പറയുന്നെങ്കിൽ ഇന്ന് രാത്രികാലം, പ്രിയ പിതാവേ, മാതാവേ, നീ ഒന്ന് താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്ക, തലമുറ ദൈവകരത്തിൽ ഏൽപ്പിച്ചു കൊടുക്ക. അല്ലെങ്കിൽ ശൂന്യമെന്ന് പറഞ്ഞെടുത്ത് സ്വർഗത്തിലെ ദൈവം നിന്നെ നിറയ്ക്കാൻ പോകുക. നിന്റെ ഭവനം ശൂന്യമാണോ? നിന്റെ ആലയം ശൂന്യമാണോ? നിന്റെ പടക് ശൂന്യമാണോ? അങ്ങനെ ഇന്ന് ഈ രാത്രികാലം തന്നെ സ്വർഗത്തിലെ ദൈവം നിന്റെ തലമുറയ്ക്ക് വേണ്ടി വഴി തുറക്കാൻ പോകുക. ആത്മാവിൽ എന്ന് പറയുവാനായിട്ടിടയെത്തിയത് എന്റെ തലമുറയ്ക്ക് വേണ്ടി സ്വർഗ
സ്വർഗത്തിലെ ദൈവം ഈ മീറ്റിംഗ് ക്രമീകരിച്ചത്. അല്ലെ 2023 ഈ ഡിസംബർ മാസം പ്രൈസലോ തലമുറയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന എന്റെ തലമുറയ്ക്ക് വേണ്ടിയെന്ന് ഈ ദിവസം നീ പറയിക്കുമാർ ഒരു ദൈവീയ പ്രവൃത്തി സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി ചെയ്തെടുക്കാൻ പോകുക. പ്രൈസലോ ഹല്ലേലൂയ ഹല്ലേലൂയ. കാരണം പ്രൈസ് ദൈവനാമത്തിന് വേണ്ടി നിൽക്കുന്നവനെ കരയുന്നവനെ സ്വർഗത്തിലെ ദൈവം തള്ളിക്കളയുന്ന ദൈവമല്ല. ശൂന്യതാണോ നീ പ്രൈസ് സമ്മതിച്ചു കൊടുക്കാൻ തയ്യാറാകുമോ? ഹല്ലേലൂയ. കർത്താവേ എന്റെ പ്രൈസ് ബോട്ട് ശൂന്യമാണ്, ഹല്ലേലൂയ എന്റെ ജീവിതം ശൂന്യമാണ്. പക്ഷേ പ്രൈസലോ ശൂന്യമായതിനെ നിറയ്ക്കുവാനായിട്ടാ അടുത്ത പ്രൈസ് വാക്യം 6-ാം വാക്യം പറയുന്നത്. പത്രോസ് കാണുന്ന പ്രൈസലോ അവന്റെ ബോട്ട് നിറയുക മാത്രമല്ല, അടുത്തുള്ള 2 പടകിലൂടെ പ്രൈസ് അവൻ കിട്ടിയ മീനെ നിറയ്ക്കുവാനിടയായി തീർന്നു. വല കീറുമാറായി. ദൈവമക്കളെ ദൈവം തന്നാൽ ഇതാ പ്രൈസലോ ഹല്ലേലൂയ. ദൈവം നിനക്ക് നൽകി തന്ന നന്മ ഇതാ. അല്ലെ കഴിഞ്ഞ നാളുകൾ ശൂന്യമെന്ന് പറഞ്ഞതല്ലേ? തലമുറയെ നോക്കി ശൂന്യമെന്ന് പറഞ്ഞില്ലേ? ഹല്ലേലൂയ. പ്രൈസോ സഭയെ നോക്കി ശൂന്യമെന്ന് പറഞ്ഞില്ലേ? ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ അല്ലെ നീ ദൈവത്തിനോട് നിൽക്കാൻ തയ്യാറാകുമ്പോൾ ഹല്ലേലൂയ പ്രൈസോ ഒരു പ്രൈസോ ഒന്നും കാണാനായിട്ടില്ലെങ്കിലും സ്വർഗത്തിലെ ദൈവം പറയുന്നത് ഒരു കാറ്റ് ഞാൻ തെളിവായി അടിക്കാൻ തയ്യാറാകുമ്പോൾ ഇന്ന് രാത്രികാലം ഒരു കാറ്റ് സ്വർഗത്തിലെ ദൈവം നിന്റെ ഭവനത്തിന്റെ അകത്തളത്തിൽ അടിക്കാൻ പോകുക. അല്ലെ ഓൺലൈനിൽ ഇരുന്ന് കാണുന്ന പ്രിയ സഹോദരങ്ങളെ, അല്ലെ ഇന്ന് പകൽക്കാലം നീ ഇരിക്കുന്ന ഇടത്തിരുന്നുകൊണ്ട് ഒന്ന് ദൈവത്തോടൊന്ന് വിളിച്ചിട്ട് പറ, അൽ പ്രൈസലോ ആകാശത്തിൽ ഒന്നും കാണുന്നില്ല, എന്റെ ഭവനത്തിൽ ഒന്നും കാണാൻ കഴിയുന്നില്ല, എന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ലയോ എന്നൊക്കെ പലപ്പോഴും ചിന്തിക്കുന്ന മണ്ഡലത്തിൽ ഇന്ന് രാത്രികാലം ദൈവത്തിന് പറയുവാനായിട്ടുള്ളത് ഹല്ലേലൂയ പ്രൈസലോ എങ്കിലും കാറ്റ് പ്രൈസോ കടന്ന് അതിനെ പ്രൈസോ തെളിവാക്കുന്നു. പ്രൈസലോ ഇന്ന് രാത്രികാലം ദൈവമക്കളെ പ്രൈസലോ ആർക്കും കടക്കുവാൻ കഴിയാത്ത കാറ്റ് എവിടെ നിന്ന് അടിക്കുന്നു, എവിടേക്ക് പോകുന്നു എന്ന് ആർക്കും അറിയാതെ ഇരിക്കാൻ കഴിയുമ്പോൾ പ്രൈസലോ ഇവിടെ കാറ്റ് അതിനകത്തേക്ക് കടക്കുവാനിടയായി തീരും. നിന്റെ ഹൃദയ കവാടത്തിനകത്തേക്ക് ആ പരിശുദ്ധാത്മാവ് കാറ്റടിക്കാൻ തയ്യാറാകുമ്പോ പ്രിയ മാതാവേ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകുമോ? ഒന്ന് സമർപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകുമോ? പലപ്പോഴും നമ്മുടെ തലമുറയെ നാം പലപ്പോഴും പ്രൈസോ വില പറഞ്ഞ് ഞാൻ പ്രൈസലോ ഒതുക്കി നിർത്തുമ്പോൾ പ്രൈസലോ ദൈവത്തിന് വേണ്ടി ഒന്ന് സമർപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാകുമോ? എൻ്റെ ഒരനുഭവം ഞാൻ പറയാം. ഒരിക്കലൊരു കുഞ്ഞ്, അവൻ 5-ാം ക്ലാസ്സിൽ പഠിക്കുക, 10 വയസ്സേ ഉള്ളൂ. അവനൊരു VBS വന്നപ്പോൾ അന്നത്തെ സാറ് പറഞ്ഞു, എത്ര പേർ രക്ഷിക്കപ്പെടാൻ തയ്യാറാകുന്നു? ഒത്തിരി കുഞ്ഞുങ്ങൾ കൈപൊക്കി, ഇവനും കൈപൊക്കി, രക്ഷാവാചകം ഏറ്റു പറഞ്ഞു. അടുത്ത ആ ദേവദാസൻ ചോദിച്ചു, സ്നാനപ്പെടുവാൻ എത്ര പേരുണ്ട്? കുറച്ച് പേര് കൈപൊക്കി. ഈ 10 വയസ്സുള്ള കുഞ്ഞ് ഈ മാതാവിൻ്റെ അടുക്ക ചെന്ന് പറഞ്ഞു, മമ്മി എനിക്ക് സ്നാനപ്പെടണം. ഇന്ന് VBS പോയപ്പോൾ സാറ് ഇങ്ങനെ സ്നാനപ്പെടുന്നു, ഞാൻ രക്ഷിക്കപ്പെട്ടു, എനിക്ക് സ്നാനപ്പെടണം. ഈ മാതാവ് പറഞ്ഞൊരു കാര്യമുണ്ട്, നിനക്ക് സമയമായിട്ടില്ല, സമയമാകുമ്പോൾ ഞങ്ങൾ പറയാം. ഇത് പപ്പയോട് എന്നിട്ട് പറഞ്ഞു. പപ്പ ഒരു എക്സൈസിലെ ഓഫീസറാണ്. പുള്ളി പറഞ്ഞു, പടാ നിനക്കിപ്പോൾ സ്നാനപ്പെടണം, നിനക്ക് 10 വയസ്സേ ആയല്ലോടാ, നിനക്കിപ്പോൾ സ്നാനപ്പെടുന്നതിന്. പിതാവും നിരുത്സാഹപ്പെടുത്തി. ഞാൻ പറയട്ടെ, അടൂരിനടുത്തുള്ള സംഭവം പ്രൈസല. ഞാൻ പറയട്ടെ, ഈ കുഞ്ഞ് പെട്ടെന്ന് നിന്ന നിപ്പിൽ ഇവൻ തലകറങ്ങി വീഴുവാൻ തുടങ്ങി. ഇവർക്ക് ESA ഒക്കെ ഉള്ളതുകൊണ്ട് കേരളത്തിലുള്ള ഒരുമാതിരിപ്പെട്ട ഹോസ്പിറ്റലെല്ലാം ഇദ്ദേഹത്തെ കൊണ്ടുപോയി. ഇവരെല്ലാം പറഞ്ഞു ഇദ്ദേഹത്തിന് ഒരു അസുഖവുമില്ല. അവസാന ദൈവദാസൻ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, പ്രിയ പൈതലെടുത്ത തീരുമാനത്തിന് നിങ്ങൾ വിഘ്നം നിന്നതാണ് കുഴപ്പമെന്ന് പറഞ്ഞു. അവരെന്തുവാ 10 വയസ്സിൽ എന്ത് തീരുമാനം എടുത്തു? ഒരു പക്ഷെങ്കിൽ ഈ മാതാവും പിതാവും മറന്നുപോയി. ഇവർ വീണ്ടും വീട്ടിൽ 3 ദിവസം ഉപവാസ പ്രാർത്ഥന വെച്ച് ദൈവദാസന്മാർ വന്ന ദൈവദാസന്മാരല്ല ഇത് തന്നെ പറഞ്ഞു, പൈതലെടുത്ത തീരുമാനത്തിന് നിങ്ങൾ തടസ്സം നിന്നതാണ്. ഒരു കുഴപ്പവുമില്ല, പക്ഷെ നിന്ന നിൽപ്പിൽ കുഞ്ഞ് മറിഞ്ഞു വീഴുകയാ. പലയിടത്തും കൂടെ ഒന്നുമില്ല പ്രൈസൽ. പക്ഷെങ്കിൽ അപ്പോഴാണ് ഈ പിതാവിനും മത ഓർമ്മ വന്നത്. അൽ പ്രൈസോ 2 വർഷത്തിന് മുമ്പ് ഈ കുഞ്ഞ് പ്രൈസൽ ഹാലിയ VBS കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ സ്നാനപ്പെടണമെന്ന് പറഞ്ഞു. ഞങ്ങൾ 2 പേരും എന്നെ വഴക്ക് പറഞ്ഞു പ്രൈസലോ. ഹാലിയ അന്ന് ആ മാതാവും പിതാവ് ദൈവസ്ഥനത്തെ ഏൽപ്പിച്ചു കൊടുത്തു. എൻ്റെ പിതാവ് പ്രൈസൽ ഹാലിയ പിതാവിൻ്റെ ഇഷ്ടം അതാണെങ്കിൽ എൻ്റെ പൈതലിനെ ഞാൻ ദൈവകരത്തിൽ ഏൽപ്പിച്ചു കൊടുക്കും. പിറ്റത്തെ ഞായറാഴ്ച പ്രൈസലോ പൈതലിനെ സ്നാനപ്പെടുത്തുവാനായിട്ടിടയെ തീർന്നു. ഞാൻ പറയട്ടെ, ഇന്ന പൈതൽ എഞ്ചിനീയറിംഗിന് പഠിക്കുക. അത് കഴിഞ്ഞ് ഇന്നേ വരെ പ്രൈസലോ ആ കുഞ്ഞിനൊരു പ്രൈസലോ ഹാലലിയ അസ്വസ്ഥത ഉണ്ടായില്ല. കാരണം നാം പലപ്പോഴും മാതാപിതാക്കളെ, ഇന്ന് രാത്രികാലം പ്രൈസലോ എന്റെ വചനം കേൾക്കുന്ന മാതാപിതാക്കളെ, തലമുറ എടുക്കുന്ന തീരുമാനത്തിൽ, ദൈവഹിത പ്രകാരം എടുക്കുന്ന തീരുമാനത്തിൽ നീ തടസ്സം നിൽക്കരുത് കേട്ടോ. ഒരു ദൈവപ്രവൃത്തി പ്രൈസലോ അവനിലൂടെ ദൈവം ചെയ്തെടുക്കുക. അവൻ അനേക യൗവനക്കാർക്ക്, അനേക കുഞ്ഞുങ്ങൾക്ക് പ്രൈസ ഇടയിൽ അവനെ ദൈവം ഉപയോഗിക്കാൻ
മനസ്സുണ്ടെങ്കിൽ എനിക്കൊരു മകനേ ഉള്ളൂ, ഞാൻ ദൈവനാമത്തിന് കൊടുക്കുക എന്നോ ഇല്ലെന്ന് വിട്ടുകൊടുക്കുന്ന ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും. കാരണം ഇപ്പോൾ ആകാശത്തിൽ നിനക്കൊന്നും കാണാൻ കഴിയുന്നില്ലെങ്കിലും എല്ലാം ശൂന്യമാണെങ്കിലും അത് ഇന്ന് രാത്രികാലം പറയട്ടെ, ശൂന്യമായി നിറയ്ക്കുക ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ ഇല്ല ഒന്നും കാണാനില്ലാത്തിടത്ത് തെളിവായിട്ട് കാറ്റ് കടന്നു ചെല്ലുമെങ്കിൽ നിന്റെ ശൂന്യതയ്ക്കകത്ത് ഒരു പരിശുദ്ധ കാറ്റ് ഇന്ന് രാത്രികാലം അടിക്കുമ്പോ നിനക്ക് പറയാൻ കഴിയും, മാതാവേ പിതാവേ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകെ എന്റെ ദൈവത്തിന്റെ കരത്തിൽ ഞാൻ എന്റെ തലമുറ ഏൽപ്പിച്ചു കൊടുക്കുന്നു. പ്രൈസലോ, ഹല്ലേലൂയ. അത് കാറ്റ് തെളിവായി അടിക്കുന്നത്, ആ പരിശുദ്ധാത്മ കാറ്റ് ഇന്ന് രാത്രികാലം പ്രൈസലോ നിന്റെ തലമുറയിൽ ഒന്ന് അടിക്കുക. നീ ഒന്ന് സമർപ്പിച്ചു കൊടുക്ക് പ്രിയ മാതാവേ പിതാവേ, ഒന്ന് സമർപ്പിച്ചു കൊടുക്ക്. നിന്റെ തലമുറ ഇന്ന് രാത്രികാലം ദൈവം ഉപയോഗിക്കാൻ പോവുകയാണ്. നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കല്ലേ, നിന്റെ തലമുറ ദൈവം ഉപയോഗിക്കുക. ഹല്ലേലൂയ പ്രൈസലോ. നീ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വ്യത്യസ്തമായി സ്വർഗത്തിലെ ദൈവത്തിന് ഉപയോഗിക്കാമെങ്കിൽ ഇന്ന് രാത്രികാലം നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവേ, ഞാൻ എന്റെ ദൈവകരത്തിൽ ഏൽപ്പിക്കുന്നു. പത്രോസ് പറഞ്ഞതുപോലെ പ്രൈസലോ ഹാലിയ നാദാ, പ്രൈസലോ ഹാലിയ, രാത്രി മുഴുവൻ അധ്വാനിച്ചു, എൻ്റെ ഒന്നുമില്ല, എൻ്റെ ബോട്ട് ശൂന്യമാണ്. പക്ഷെ ശൂന്യത്തിന്മേൽ നിറയ്ക്കുവാൻ നാദാ നിന്റെ വാക്കിന് ഞങ്ങൾ വലയിറക്കാൻ തയ്യാറായെങ്കിൽ ഇന്ന് രാത്രികാലം പ്രൈസലോ ഹാലിയ ദൈവത്തിന്റെ വാക്കിന് ഒന്ന് വലയിറക്കുവാൻ തയ്യാറായാൽ, ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറായാൽ ഇന്ന് രാത്രികാലം ദൈവപ്രവൃത്തി ദൈവം നമ്മൾ ചെയ്തെടുക്കുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരും ഇടയാക്കി തീർക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകളൊന്നിരിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. മാറാനാഥ. അല്പനിമിഷങ്ങൾ കൊണ്ട് വളരെ ശക്തമേറിയ ദൈവദൂത് കർത്തദാസനിലൂടെ ദൈവം നമുക്ക് നൽകി. പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിച്ചു. ഒരുപക്ഷെ ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ തലമുറയെ നോക്കി ഇവനിനിയും ശരിയാകത്തില്ല, ഇവനിനിയും നന്നാകത്തില്ല, ഇവൻ ഗുണപ്പെടത്തില്ല എന്നൊക്കെ പറഞ്ഞേക്കാം. പക്ഷേ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും, അത്ഭുതം ചെയ്യുവാൻ ദൈവത്തിന് സാധിക്കും. നമ്മുടെ തലമുറയെ നോക്കി നമുക്ക് പ്രവചിക്കാം, ഇവനിൽ ഒരു അസാധാരണത്വം ഞാൻ കാണുന്നുണ്ട്, ഇവനിൽ ഞാനൊരു സൗന്ദര്യം കാണുന്നുണ്ട് എന്ന് മോശയുടെ മാതാപിതാക്കൾ കണ്ടതുപോലെ നമ്മുടെ തലമുറകളെ നോക്കി നമുക്ക് പ്രവചിക്കാം. അവർ അനുഗ്രഹിക്കപ്പെട്ടവരായി മാറട്ടെ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ഈ ഓൺലൈനിലൂടെ ഈ മീറ്റിങ്ങിൽ നമ്മൾ പങ്കെടുത്തുകൊണ്ടേയിരുന്നു. ആമൻ. തുടർന്നും സൂമിലൂടെ നമ്മുടെ മീറ്റിങ്ങുകൾ ആരംഭിക്കുകയാണ്. പകൽ നാളെയും വൈകുന്നേരമൊക്കെ നമ്മുടെ മീറ്റിങ്ങുകളുണ്ട്. പ്രാർത്ഥനയോടെ നമുക്ക് പങ്കെടുക്കാം. ആമൻ. നമുക്കൊരുമിച്ച് ആമൻ നമ്മുടെ കണ്ണുകളെ അടച്ച് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കണ്ണൂർ ജില്ലയ്ക്ക് വേണ്ടി നമ്മൾ ദൈവസന്നിധിയിൽ മധ്യസ്ഥ അണച്ച് പ്രാർത്ഥിപ്പാനിടയായി. നാളെ വയനാട് ജില്ലയ്ക്ക് വേണ്ടി 17-ാം തീയതി ഡിസംബർ 17 വയനാട് ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അവിടെയുള്ള ലോക്കൽ സഭകൾ, ദൈവമക്കൾ, കുടുംബങ്ങൾ സമയത്തെ വേർതിരിച്ച് ആ ജില്ലയ്ക്ക് വേണ്ടി, തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ പ്രത്യേകാൽ ഉത്സാഹിപ്പിക്കുന്നു. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ശുശ്രൂഷകളെ ദൈവം ആദരിച്ചല്ലോ. തുടർന്നുള്ള ശുശ്രൂഷകളെയൊക്കെ അനുഗ്രഹിക്കേണ്ടതിനായി നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ കർത്താവേ, നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങൾക്കൊരുമിച്ച് ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ, ദൈവവചനം കേൾക്കുവാൻ, പ്രാർത്ഥിപ്പാനൊക്കെയുള്ള അവസരങ്ങൾ കർത്താവ് നൽകി തന്നതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഒരു പ്രാവശ്യം കൂടെ കണ്ണൂർ ജില്ലയെ അങ്ങയുടെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ ജില്ല അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഭാരതത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ സ്റ്റേറ്റുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഭരണകർത്താക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആഗോളതലത്തിൽ വലിയൊരു ആത്മീക ഉണർവിനെ അവിടെ നയിക്കണമേ കർത്താവേ. യേശുവേ, ഞങ്ങളുടെ സ്നേഹം ആമൻ ഞങ്ങളുടെ തലമുറകൾ തിരിച്ചറിയുവാൻ, ജനം തിരിച്ചറിയുവാൻ, രാജ്യം തിരിച്ചറിയുവാൻ അവിടുന്ന് ഇടയാക്കേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആമൻ. VBSന്റെ പ്രവർത്തനങ്ങൾ, ആമൻ യുവജന പ്രവർത്തനങ്ങളൊക്കെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ മേൽ ആമൻ ദൈവത്തിൻ്റെ കരുതലുകൾ വെളിപ്പെടുത്തേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ മീറ്റിങ്ങിൽ പങ്കെടുത്ത ഓരോ പ്രിയപ്പെട്ടവരെയും ദുഃഖത്തോടെ, ഭാരത്തോടെ, തലമുറകളെ ഓർച്ച് വേദനയോടെ ആയിരിക്കുന്ന കുടുംബങ്ങളെ കർത്താവെ അവിടുന്ന് ആശ്വസിപ്പിക്കണമേ. തലമുറകളെ അവിടുന്ന് മടക്കി വരുത്തണമേ. ആരും നഷ്ടപ്പെട്ടു പോകുവാൻ അവിടുന്ന് അനുവദിക്കല്ലേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മുഴുമഹത്വം അങ്ങേക്ക് മാത്രം അർപ്പിക്കുന്നു, യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ തന്നെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സഹവാസവും കാവലും നമ്മോടും നാം സകല വിഷയങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.